ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. ലോക്സഭാ സ്പീക്കറായ ആദ്യത്തെ വനിതയാണ് ആരാണ്? നജ്മ അബ്ദുള്ളയാണോ, മാർഗരറ്റ് ആൽവയാണോ, സുമിത്ര മഹാജനാണോ, മീരകുമാറാണോ? അപ്പോൾ ലോക്സഭാ സ്പീക്കറായ ആദ്യ വനിത വേറെ ആരുമില്ല, നമ്മുടെ മീരകുമാറാണ്. അതുപോലെ ഹാരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഹാരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഒന്നാം പദ്ധതിയാണ് ഹാരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെട്ടത്. ഭാരതീയ റിസർവ് ബാങ്ക് നിലവിൽ വന്ന വർഷം 1935. ഭാരതീയ റിസർവ് ബാങ്ക് നിലവിൽ വന്നത് 1935. ഇതൊരുവിധം എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ്. കേരള സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? കരിമീനാണ്. കേരള സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കരിമീനാണ്. ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ വേറെ ആരുമല്ല, അഭിനവ് ബിന്ദ്രയാണ്. സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകൻ ആരായിരുന്നു? സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകൻ CR ദാസാണ്. CR ദാസാണ് സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകൻ. ജയസംഹിത എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ട കൃതി മഹാഭാരതമാണ്. മഹാഭാരതം തുടക്കത്തിൽ അറിയപ്പെട്ടത് ജയസംഹിത എന്നാണ്. ഏറ്റവും അധികം രാജ്യങ്ങളുടെ ദേശീയ കായിക വിനോദമാണ് ഫുട്ബോൾ. അപ്പോൾ ഏറ്റവും അധിക രാജ്യങ്ങളുടെയും ദേശീയ കായിക വിനോദം ഫുട്ബോളാണ്. കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ലാഹോർ സമ്മേളനമാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ലാഹോർ സമ്മേളനമാണ്. ദത്തവകാശ നിരോധന നിയമം നടപ്പാക്കിയ ഗവർണർ ജനറൽ ഡൽഹൌസിയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ദത്തവകാശ നിരോധന നിയമം റദ്ദാക്കിയതല്ല, നടപ്പാക്കിയ ഗവർണർ ജനറലാണ് ഡൽഹൌസി. ദ്രാവകാവസ്ഥയിലുള്ള അലോഹക മൂലകമാണ് ബ്രോമിൻ. ദ്രാവകാവസ്ഥയിലുള്ള അലോഹ മൂലകമാണ് ബ്രോമിൻ. അപ്പോൾ വേറൊരു ചോദ്യം ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. ദ്രാവകാവസ്ഥയിലുള്ള ലോഹം ഏതാണ്? മെർക്കുറിയാണ്. ഐസ് പ്ലാന്റുകളിൽ ശീതീകരണത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തു അമോണിയയാണ്. ഐസ് പ്ലാന്റുകളിൽ ശീതീകരണത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തു അമോണിയയാണ്. സമുദ്രജലത്തിൽ നിന്ന് ശുദ്ധജലം ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഡിസ്റ്റിലേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. സമുദ്രജലത്തിൽ നിന്ന് ശുദ്ധജലം ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ ഡിസ്റ്റിലേഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്നത് മെർക്കുറിയാണ്. ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്നത് മെർക്കുറിയാണ്. സ്വർണത്തിൻ്റെ അണുസംഖ്യ എത്രയാണ്? 79 സ്വർണത്തിൻ്റെ അണുസംഖ്യ 79. എന്തിൻ്റെ സാന്നിധ്യമാണ് സ്റ്റാർച്ച് ടെസ്റ്റിലൂടെ തിരിച്ചറിയാൻ കഴിയുന്നത്? ഇത് കുറേ റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യനാണ്. എന്തിൻ്റെ സാന്നിധ്യമാണ് സ്റ്റാർച്ച് ടെസ്റ്റിലൂടെ തിരിച്ചറിയാൻ കഴിയുന്നത്? അയഡിൻ്റെ സാന്നിധ്യം നമുക്ക് സ്റ്റാർച്ച് ടെസ്റ്റിലൂടെ തിരിച്ചറിയാൻ കഴിയും. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്തിൻ്റെ പ്രവർത്തന തത്വമാണ്? ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി നടപ്പാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഹരിയാനയാണ്. ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി നടപ്പാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഹരിയാനയാണ്. ആരുടെ ജന്മദിനമാണ് തത്വചിന്തക ദിനമായി ആചരിക്കുന്നത്? ആദിശങ്കരൻ്റെ ജന്മദിനമാണ് തത്വചിന്തക ദിനമായി ആചരിക്കുന്നത്. പ്രകൃതിവാതകത്തിലെ പ്രധാന ഘടകം ഏതാണ്? മീഥെയ്നാണ്. പ്രകൃതിവാതത്തിലെ പ്രധാന ഘടകം എന്നറിയപ്പെടുന്നത് മീഥെയ്നാണ്. ഇത്രയും ചോദ്യങ്ങൾ ഒന്നും കൂടി വീഡിയോ കണ്ടിട്ട് മനസ്സിലുറപ്പിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.